ഉണർവെന്ന് പറയുന്ന കുറെ പേർ ഒന്നിച്ചു കൂടുന്നതല്ല. ഉണർവെന്ന് പറയുന്ന ദൈവമുണ്ടെന്നൊരു ബോധ്യം ദേശത്ത് വെളിപ്പെടുക. ഉണർവെന്ന് പറയുന്നത് ദൈവമുണ്ടെന്നുള്ള ബോധ്യം ദേശത്ത് വെളിപ്പെടാൻ പോവുക. ദൈവമുണ്ടെന്നുള്ള ബോധ്യം ദേശത്ത് വെളിപ്പെടട്ടെ. ദൈവമുണ്ടെന്നുള്ള ബോധ്യം ദേശത്ത് വെളിപ്പെടട്ടെ. അത് ഉണർവെന്ന് പറയുന്ന ജനത്തിന് പാപം ചെയ്യാൻ ഭയം, ദൈവകൽപ്പനയെ ലംഘിക്കാൻ ഭയം, അവൻ ദൈവമുണ്ടെന്നുള്ള ബോധ്യം, റെവറൻഡൽ ഫിയർ. ദൈവം ഉണർവായിക്കുമ്പോൾ ഒരു റെവറൻഡൽ ഫിയർ ജനത്തിന്റെ നടുവിൽ, ജനത്തിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കും. അവർക്ക് മനസ്സിലാകും ദൈവമുണ്ട്. ആ ഒരു ബോധ്യം ഈ സഭയിലൂടെ ലോകത്തിന്റെ സകല ദേശങ്ങളിലേക്കും അയക്കാൻ പോകുന്നതിനായി ദിനരാത്രങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ പട്ടിണി ഇരിക്കാൻ പോവല്ല, നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ പോവാ. കർത്താവ് ഉണർവായിക്കും. ഈ പ്രാവശ്യം കണ്ടോ നാക്ക് കടിച്ചോണ്ടിരിക്കുന്നത്. കർത്താവ് ഉണർവായിക്കും. കർത്താവ് ഉണർവായിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ സ്വന്തക്കാർ മാനസാന്തരപ്പെടണം? നിങ്ങൾക്കറിയാമോ, ഏതോ ഒരു രാജ്യത്ത്, ഇവിടുത്തെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല, നമുക്ക് ഇതിന് ശേഷം ഞാൻ പിന്നെ റെഫർ ചെയ്ത് പറയാം, ഓർമ്മയ്ക്ക് വരുമ്പോൾ പറയാം. ഏതോ ഒരു രാജ്യത്ത് ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ രാജ്യത്തിന്റെ ഓർമ്മ വരുന്നത് പെട്ടെന്ന് രാജ്യം പറഞ്ഞ് ഞാൻ വിളിച്ചു പറയുന്നത്, ആ രാജ്യത്തിന്റെ തുറമുഖത്തിന്റെ അതിർത്തിയിലൂടെ കപ്പൽ പോകുമ്പോൾ ജനം കപ്പലിനകത്തിരുന്ന് കരയുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? അപ്പച്ചനെ കാണാൻ കിട്ടില്ല, അവരുടെ പാപബോധം വന്നിട്ട് കരയാൻ തുടങ്ങി. ഒരു ദേശത്ത് വ്യാപരിച്ച ഉണർവ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ആകാശത്തിലൂടെ പ്ലെയിൻ പോകുമ്പോൾ ആകാശത്തിൽ പ്ലെയിനിലിരിക്കുന്നവർ പാപബോധം വന്ന് എന്നെ ആര് ഈ പാപത്തിൽ നിന്ന് വിടുവിക്കും, എന്നെ ആര് രക്ഷയിലേക്ക് നയിക്കും, എന്നെ ആര് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കരയുന്ന ഒരു അനുഭവം. വിശ്വസിക്കേ. ഈ ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ ദൈവത്തിന് നമ്മളിലൂടെ ഒന്ന് പ്രവർത്തിക്കുവാൻ, നമ്മളെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്ന ദിവസങ്ങളായിരിക്കും. എത്ര പേര് ഉപവസിക്കും? എത്ര പേര് ഉപവസിക്കും? ചില വിദ്വാന്മാർ ചോദിക്കും എന്തിനാണ് ഉപവസിക്കുന്നത്? ഉപവാസത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? സ്തോത്രം. കർത്താവ് എന്നാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞ മത്തായിയുടെ സുവിശേഷം വായിച്ചേ. മത്തായിയുടെ സുവിശേഷം അതിനു മുമ്പ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യം വിട്ടെ. എന്തുവാ? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്യം. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പൊ യേശു 40 ദിവസം ഉപവസിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നു. മിണ്ടിയില്ല. യേശു 40 ദിവസം ഉപവസിച്ച് നമുക്ക് മാതൃക കാണിച്ച് തന്നു. ഏലിയാവ് 40 ദിവസം ഉപവസിച്ചു. മോശ 40 ദിവസം ഉപവസിച്ചു. ഇവരൊക്കെ 40 ദിവസം ഉപവസിച്ചവരാ. ആമേൻ. അപ്പം ഒന്ന് യേശു ഉപവസിച്ചു കാണിച്ചു തന്നു. യേശു യോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നുണ്ട്. അപ്പം ആരോ വന്ന് യേശുവിനോട് ചോദിച്ചു, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നവരൊക്കെ ഒരു സ്വത്രം പറഞ്ഞു. ആരോ വന്ന് യേശുവിനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ മാത്രം എന്നെ ഉപവസിക്കാതെ? ഉടനെ പറഞ്ഞു, എന്റെ മണവാളം കൂടെയുള്ളപ്പോൾ അവർ ഉപവസിക്കണ്ട, പക്ഷെ അവർ ഉപവസിക്കും. എപ്പോഴാ? മണവാളം പോയി കഴിയുമ്പോൾ. അപ്പോസ്തലരുടെ പ്രവൃത്തി നമ്മൾ കാണുന്നില്ലേ? അപ്പൊ ഉപവാസം വേണ്ടാന്ന് പറഞ്ഞ അച്ചാച്ചന്മാരൊക്കെ മണ്ടന്മാരാണ്. അത് കേട്ട് നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. ഉപവസിക്കണം. അടുത്തേക്ക് നല്ല കൈ കൊടുത്ത് പറഞ്ഞു, ഉപവസിക്കണം. ഓക്കെ. 2, യേശു നമ്മളോട് ആവശ്യപ്പെട്ടു ഉപവസിക്കണമെന്ന്. യേശു നമ്മളോട് ആവശ്യപ്പെട്ടു. 1, യേശു ഉപവസിച്ച് കാണിച്ചു. 2, യേശു ഉപവസിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ. അപ്പം എപ്പം ഉപവസിച്ചാലെന്നോ ഉപവസിച്ചേക്കാമെന്നോ ഒന്നുമല്ല പറഞ്ഞേ. വെൻ യു ഫാസ്റ്റ്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്തുവാ? അടുത്തേക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ മലയാളമല്ല ഞാൻ ചോദിച്ചു. അതിന്റെ അർത്ഥം എന്തുവാ? ഉപവസിക്കണം. സോ സിമ്പിൾ. ഇതിനെ ഗ്രീക്കോ ഹീബ്രോ വല്ലതും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? മൂലഭാഷ പോണോ? വേണ്ട. ഇതിലെന്ത് വേണം? ഉപവസിക്കണം. എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ എല്ലാരും വായിച്ചില്ലല്ലോ. നിങ്ങൾ ഉപവസിക്കുമ്പോൾ. അതിന്റെ അർത്ഥം പിന്നെ അതിനകത്ത് ആരെ എഴുതി 1-2 കാര്യങ്ങളുണ്ട്. അത് പിന്നെ പറയാം. അതോ ഇപ്പൊ പറയണോ? ഇതോടെ വായിച്ചിട്ട് മത്തേട്ട്. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല. ഈ ഓഫീസിലൊന്നും ചെന്ന് പറയല്ലേ,
ഞങ്ങളൊക്കെ ഉപവാസമായിട്ട് ക്ഷീണമാണ്, ഇതൊന്നും പറയാൻ പാടില്ല. കണ്ടാ പറയണത് ഇവൻ ഈയിടെയായിട്ടൊക്കെ സുന്ദരനായല്ലോ, എന്നെ കാണുന്ന പോലെ, അല്ല സുന്ദരിയായി വരുന്നല്ലോ, എന്താ കാരണം? അപ്പം അവരോട് നമ്മൾ പറയേണ്ട ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെ കഷ്ടപ്പെട്ടിരിക്കുക. ഇല്ല, നമ്മൾ ആരെ കാണിക്കാനാണ് ഉപവസിക്കുന്നത്? ദൈവപ്രസാദം പ്രാപിക്കാനാണ് ഉപവസിക്കുന്നത്. അതുകൊണ്ട് മേലാൽ ഒരാളോടും പറയല്ലേ ഞങ്ങൾ ഉപവാസമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞൊന്നുമല്ല, കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, കർത്താവ് വേറൊരു ഭാഗത്ത് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അപ്പം ഞാൻ ഒന്നാമത് പറഞ്ഞ പോയിന്റ്, യേശു ഉപവസിച്ച മാതൃക കാണിച്ചു. അടുത്തേക്ക് വിളിച്ചിട്ടേ കേട്ടോന്ന്. രണ്ടാമത് യേശു നമ്മളോട് ആവശ്യപ്പെട്ട് എന്ത് ചെയ്യണം? മിണ്ടുന്നില്ല കണ്ടോ? ഈ വല്ല അനുഗ്രഹം കിട്ടും, അതിന് വിശാലമാവും എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ആവേശമാണ്. ഉപവസിക്കണം. ഇപ്പൊ ആലോചിക്കുക, കർത്താവേ ഞാൻ രാവിലെ കഴിക്കാതിരിക്കണോ, ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കണോ? ഇതാണ് ഈ പാസ്റ്റർ പറയുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. കർത്താവ് എന്നാ പറഞ്ഞേ? രണ്ടാമത് എന്നാ പറയും? നിങ്ങൾ ഉപവസിക്കുമ്പോൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. അടുത്തത്, ആരൊക്കെ ഉപവസിക്കണം? അടുത്തേക്ക് ഞാൻ ഉപവസിക്കണം. ആരൊക്കെ ഉപവസിക്കണം? യോവേൽ പ്രവാചകനും 2-ാം അധ്യായം, സിയോനിൽ കാഹളമൂതുവീൻ. സിയോൻ എന്ന് പറയുന്ന സഭ ഒരു ഉപവാസം നിയമിപ്പീൻ. ഇവിടെ സുവാർത്തയിലായിരിക്കുന്ന ഒരു സ്വതന്ത്രം പറഞ്ഞേ. ചിലരുടെ കൈ പൊങ്ങിയില്ലല്ലോ. ഒന്നുകൂടെ ഞാൻ ചോദിക്കാം കേട്ടോ. ദൈവം നിങ്ങളെ സുവാർത്തയിലാക്കി വെച്ചു എന്ന് ബോധ്യമുള്ളവരുടെ കരം ഉയർത്തി ഒരു സ്വതന്ത്രം ചെയ്തു. അപ്പം നമ്മളൊരു കാഹളമൂതി എന്തോ പ്രഖ്യാപിച്ചു, ഉപവാസം പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച മുതൽ ഡിസംബർ 31 വരെ സുവാർത്ത ഉപവാസത്തിലായിരിക്കും. അടുക്കള അടച്ചു ഉപവസിക്കാവുന്നവർക്കായി സ്തോത്രം. അടുത്ത വാക്യം, ജനത്തെ കൂട്ടി വരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ. മൂപ്പന്മാരെ കൂടി വരണം. ഞങ്ങളുടെ കൊച്ചു പഠിക്കുന്നതായിട്ട് ഉപവസിപ്പിക്കത്തില്ല. ഒരു നേരം ഉപവസിച്ച് പഠിപ്പീരെ കേട്ടോ. ചിലർ അമ്മമാരുടെ അപ്പന്മാരുടെ തലയൊക്കെ കുനിയ. ഒരു നേരം ഉപവസിപ്പിക്കേ. ഉള്ള ജങ്ക് ഫുഡൊന്നും മേടിച്ചു കൊടുക്കാതെ ഒരു നേരം ഒന്ന് പിടിപ്പീരെ. ആമേൻ. എന്തൊക്കെയാ? മൂപ്പന്മാരെ കൂട്ടി വരുത്തുവിൻ, പൈതങ്ങളെയും. കണ്ടോ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇത്, മുല കുടിക്കുന്നവരെയും. അപ്പൊ ഈ ഉപവാസം സഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ പങ്കാളികളാകണം? സഭയുടെ കുടക്കീഴിൽ നിന്നുകൊണ്ട് സഭയിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുന്ന, സഭയുടെ പ്രാർത്ഥനയാൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഉപവസിക്കണം. അതിന് ഷുഗറും പ്രഷറും ഒരു വിഷയമാകാൻ പാടില്ല. അടുത്തേക്ക് വിളിച്ചു, വല്ലതും മനസ്സിലാകുന്നുണ്ട്? മുല കുടിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുവീൻ. അടുത്ത വാക്യം കണ്ടോ? ഈ പുള്ളി കല്യാണം കഴിച്ചേ ഉള്ളൂ, മണവറയിലോട്ട് കയറിയുള്ളൂ. ഉപവാസ സഭ വിളിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടണം. മണവാളൻ മണവറയും എന്തോ മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ടു എന്ന് വെച്ചാൽ സഭ ഉപവാസം പ്രഖ്യാപിച്ചു. അടുത്തേക്ക് ചൊവ്വാഴ്ചയോട് പ്രഖ്യാപിച്ചു പോയി. ഇനി എന്നാ വേണ്ടിയേ? ഇനി ഉപവസിക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. ഞാൻ ഈ പറയുന്ന മൊത്തം ദൈവവചനമാണ്, സ്വന്തമായിട്ടൊന്നും ചേർത്തിട്ടില്ല ഇതുവരെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരൊക്കെ ഉപവസിക്കണം? പ്രായമുള്ളവർ വരെ ഉപവസിക്കണം. ഡാഡി കേൾക്കുന്നുണ്ടോ? ആവോ? പ്രായമുള്ളവർ വരെ ഉപവസിക്കണം. എല്ലാവരും ഉപവസിക്കണം. എല്ലാവരും ഉപവസിക്കണം. ആമേൻ. ഒരു നേരമെങ്കിലും ഉപവസിക്കണം. കേൾക്കേ, ജനത്തെ കൂട്ടി വരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ. അടുത്ത് മൂപ്പന്മാരെ കൂട്ടി വരുത്തുവീൻ. ഈ ഇങ്ങോട്ട് നോക്കിയ മൂപ്പന്മാരും പൈതങ്ങളും ഒക്കെ പോട്ടെ, സഭയെ കൂട്ടി വരുത്തുവീൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? അല്ല, ആരൊക്കെയുണ്ട്? ഞാനും ഉണ്ടെന്ന് പറ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആരൊക്കെ ഉപവസിക്കണം? അടുത്തേക്ക് നമ്മൾ അതിനകത്തുള്ള ആളല്ലെന്ന് ചോദിച്ചു. സ്തോത്രം. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. അടുത്ത വാക്യം ഉണ്ടോ ഇനിയുമല്ലോ? ഓക്കെ. അപ്പം ഉപവസിക്കേണ്ട ആരൊക്കെയാന്ന് മനസ്സിലായോ? ഉപവസിക്കും എന്ന് പറയുന്ന ഒരു കൈ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഞാൻ കണ്ണടച്ച് പിടിച്ച് എന്തിനാ പറയാം, എനിക്കൊരു വിഷമം വരും ആരെങ്കിലും കൈ ഉയർത്തിയില്ലെങ്കിൽ. ഓക്കെ, ഇവിടെ നോക്കിയേ. ഇപ്പം നമ്മൾ ചോദിക്കുക എന്തിനാ ഉപവസിക്കുന്നത്? എന്തിനാ ഉപവസിക്കുന്നത് വെച്ചാൽ ഗുരു പറഞ്ഞു ഉപവസിക്കണമെന്ന്, യജമാനൻ നമ്മുടെ കർത്താവ് പറഞ്ഞു ഉപവസിക്കണമെന്ന്. ഇപ്പം മിലിറ്ററിയിലൊക്കെ അതിർത്തി നിൽക്കുന്ന കമാൻഡർ പറഞ്ഞു ഫയർ. ഇപ്പം നമ്മൾ ആത്മീയ കോളത്തിനും കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഫയർ. അപ്പൊ ഫയർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുള്ളി വെടിവെച്ച് എന്ത് ഗുരു പറഞ്ഞോ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. കർത്താവ് എത്ര പ്രാവശ്യം ഉപവസിക്കണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്നാ പറഞ്ഞു. അർത്ഥം എന്തുവാ?
ഇടയ്ക്കിടയ്ക്ക് ഉപവസിച്ചോണമെന്നാ. യജമാനൻ നമ്മളോട് പറഞ്ഞു ഉപവസിച്ചോളാൻ. ഇനി ചോദ്യം ഒന്നും അതിന് മനസ്സിലായില്ല. അതിന് പ്രത്യേകിച്ച് ചോദ്യത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. കണ്ടോ, മോനിയാനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി വീട്ടിലൊന്നും വെക്കണ്ടായല്ലോ എന്നുള്ള സമാധാനമാണ്. സ്തോത്രം. അപ്പൊ നമ്മുടെ യജമാനൻ പറഞ്ഞു എന്ത് വേണമെന്ന്? ഉപവസിക്കണമെന്ന് പറഞ്ഞു. ഇനി അതിനകത്ത് വരെ മാറ്റമുണ്ടോ നോക്കൂട്ടിങ്ങളെ? ഇല്ല. നമ്മൾ ചൊവ്വാഴ്ച തൊട്ട്, കണ്ടോ ജോമളൻ ഇപ്പൊ വെള്ളം കുടിച്ചു, ചൊവ്വാഴ്ച തൊട്ട് നമ്മൾ ഉപവാസം ആരംഭിക്കാൻ പോവാ. ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. എന്താണ് ഉപവാസം? എന്താണ് ഉപവാസം? എന്താണ് ഉപവാസം? പറ. പറഞ്ഞു. ദൈവത്തോട് കൂടെ വസിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. ഇവിടെ നോക്കിയേ, ഈ ഉപവാസം എന്ന് പറയുന്നത് വെറും ആഹാരം മാത്രം കളഞ്ഞുള്ള പരിപാടിയല്ല. അതിന് നമ്മൾ പേരാണ് ഡയറ്റിംഗ്. സ്തോത്രം. ആഹാരം മാത്രം ഉപേക്ഷിച്ചുള്ളതല്ല ഉപവാസം. പ്രാർത്ഥനയും ഉപവാസവും ഒരുപോലെ പോകണം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ. രാവിലെ ആഹാരമൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും ഞാൻ ബാബുച്ചാനോട് രാവിലെ ചോദിക്കും, മുഖമെടുത്ത് തോള വെച്ചോ? ആ, മുഖം വെച്ചു. ആ മുഖം വെക്കുന്ന പരിപാടിയല്ല ഉപവാസം എന്ന് പറയുന്നത്. ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവത്തോട് സംസാരിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് ഉപവാസം. അതായത് നമ്മുടെ ലോകസുഖങ്ങളെ നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക. സ്പിരിച്വലി നമ്മൾ എംപവർ ആകുവാൻ, അവൈക്കനിങ് ഉണ്ടാകുവാൻ, നമുക്കൊരു പുതുമ ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ആത്മീകമായത് സ്വീകരിക്കുവാൻ വേണ്ടി ഭൗതികമായത് മാറ്റിവെക്കുന്നു. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പിടികിട്ടി അത്രേ. അപ്പം ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ എന്നെ നോക്ക്. ഇത്രയും നല്ല രീതിയിൽ ഞാൻ നിൽക്കും. എന്നെ നോക്ക്. ഉപവാസത്തിൽ വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം പ്രാർത്ഥനയായിരിക്കണം. ആഹാരം കഴിക്കുന്ന സമയം, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സമയമുണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയമുണ്ട്, വൈകിട്ട് വീണ്ടും കടിക്കുന്ന ചായയും കടിയുടെ സമയമുണ്ട്, അവസാനം രാത്രിയിൽ ഭയങ്കര വിഭവസമൃദ്ധമായ സെൽ മീറ്റിങ്ങിനൊക്കെ ബിരിയാണി അടിക്കുന്ന ഒരു സമയമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുള്ള സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യണം. സ്തോത്രം. മിണ്ടിയില്ലല്ലോ ആരും. കാരണം ഈ സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയങ്ങളാണ്. ഉപവാസത്തിന് വേണ്ടി നമ്മൾ ഉപവസിക്കുക, സമയം ഉപവസിക്കുക എന്ന് വെച്ചാൽ ഒരു നേരം പട്ടിണി കിടന്നിട്ട് ഒരു കാര്യവുമില്ല. സ്തോത്രം. പട്ടിണി കിടന്നിട്ട് ഒരു കാര്യവുമില്ല. പട്ടിണിയല്ല, പിന്നെന്താ വേണ്ടിയേ? പ്രാർത്ഥന വേണം. അടുത്തേക്ക് പ്രാർത്ഥന വേണം, വചന ധ്യാനം വേണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ശ്രദ്ധിക്കേ, വീട്ടിൽ ടി വി ഉള്ളവരുടെ ടി വി ഓഫ് ചെയ്ത് വെച്ചേക്കണം. വീട്ടിൽ ടി വി ഉള്ളവരുടെ ടി വി ഓഫ് ചെയ്യണം. ഇനി അടുത്ത 40 ദിവസം പത്രം വായിച്ചില്ലേലും കുഴപ്പമില്ല. ചാൽസങ്ങളെ, അടുത്ത 40 ദിവസം നമ്മൾ പത്രം വായിച്ചില്ലേലും കുഴപ്പമില്ല. ഒന്നും പറഞ്ഞ കുഴപ്പമില്ല. ആകാശം വല്ലോ ഇടിഞ്ഞു വീഴോ ഭൂമി വിലുകയോ ചെയ്താൽ എന്നെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതുകൊണ്ട് പത്രം വായിച്ചും ഫേസ്ബുക്ക് നോക്കിയും വാട്സപ്പ് നോക്കിയും നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഈ സമയങ്ങൾ കൂടുതൽ സമയവും പ്രാർത്ഥനയിലായിരിക്കണം. ഒരാമീൻ പറഞ്ഞേ. അതായത് ലോക സുഖങ്ങളെ നമ്മൾ മാറ്റിവെച്ചിട്ട് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്ന സമയമാണ് ഉപവാസം. ഞാനിത് പറഞ്ഞു തരാൻ നിങ്ങളെ ഉപവസിപ്പിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഇന്നല്ലാതെ ഇനി എന്തു പറഞ്ഞു തരും? ചൊവ്വാഴ്ച ഉപവാസം തുടങ്ങണം. അപ്പം നിശ്ചയമായിട്ടും നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഉപവസിക്കോട്ട് നോക്കിയേ. ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് വേർപെട്ടിരിക്കുക. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. മോശ 40 ദിവസം മലമുകളിൽ ഇരിക്കുക. ഈ 40 ദിവസം മോശ മലമുകളിൽ ഇരിക്കുമ്പോൾ താഴെ നടന്നൊന്നും അറിയുന്നില്ല. നമ്മൾ ഫ്രണ്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടുക്കള കടുവറക്കുന്ന മണം പിടിച്ചോണ്ടായിരിക്കുന്നത്. ഉണ്ടില്ലല്ലോ ആരും. സ്തോത്രം. ഈ 40 ദിവസം വേർപെട്ടു നിൽക്കണം. കേട്ടോ, ഇവിടെ താഴെ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി ഇവർ ഭയങ്കര പരിപാടികൾ നടത്തുക. പക്ഷെ മോശ ഇതൊന്നും അറിയുന്നില്ല. കാരണം അറിയാത്തതിന് കാരണം എന്നാ? സാന്നിധ്യത്തിന്റെ നടുവിൽ ഇരിക്കുക. അടുത്ത 40 ദിവസം സാന്നിധ്യം അനുഭവിച്ചിരിക്കണം. ലോകത്തെയും ലോകമയമായതിനെയും പൂർണ്ണമായി നമ്മൾ നിർത്തി മാറും. ഇങ്ങോട്ട് നോക്കിയേ, ഒരു പാർട്ടി വെക്കരുത്. നിങ്ങളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഡിസംബറിലാണെങ്കിൽ നമുക്ക് ജനുവരിയിൽ ആഘോഷിക്കാം. അങ്ങനെ പ്രലോഭനം ഉണ്ടായാൽ പോലും നിന്റെ ഉപവാസം മുടങ്ങരുത്. പിശാച് പല രൂപത്തിൽ വരും. അപ്പച്ചന്റെ രൂപത്തിൽ വരും, അമ്മച്ച. എടാ മോനെ, നീ ഇങ്ങനെയൊക്കെ ഇരുന്നോ, നീ അങ്ങ് ഉണങ്ങി പോകത്തില്ലടാ. എടാ മനുഷ്യനായ കുറച്ച് ബുദ്ധി വേണോടാ.
എന്നൊക്കെ പറയുന്ന പല ബുദ്ധിമാന്മാർ നമ്മളുടെ അടുക്ക് വരും. പക്ഷെ ഇതിനൊന്നും നമ്മൾ വശം വിട്ടു പോകരുത്. ഉപവാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു സെൽ മീറ്റിംഗ് പറഞ്ഞു, 40 ദിവസത്തെ ഉപവാസത്തിൽ ആരും ഈ ഉപവാസത്തിന്റെ പേരിൽ മരിച്ചു പോകത്തില്ല. കാരണം എന്താ അറിയാമോ? ഈ 40 ദിവസം ശരീരത്തിന് ആഹാരമില്ലാതിരിക്കാവുന്ന മെഡിക്കൽ സയൻസ് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ 40 ദിവസം കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടത്തില്ല. 40 ദിവസം കൊണ്ട് നമ്മുടെ മുഖം പ്രകാശിക്കും. അപ്പൊ ഉപവാസം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും പ്രയോജനമാണ്. 40 ദിവസം നമ്മളിരുന്ന് പുറത്തിറങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വിഷവസ്തുക്കൾ മുഴുവനും കത്തിപ്പോകും. ഇങ്ങോട്ട് നോക്കിയാൽ 2 ദിവസം ആഹാരം കഴിക്കാതെ പിന്നെ കത്താൻ പോകുന്നത് എന്നാണെന്നറിയാമോ? അകത്ത് കിടക്കുന്ന വിഷാംശങ്ങൾ അകത്തുനിന്ന്. അടുത്തിരിക്കുന്ന പറയും, ഇതേലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ. ഉപവാസത്തിൽ നമ്മൾ മറ്റെല്ലാം വെടിയണം. ഈ വാട്സപ്പിൽ കയറിയുള്ള കളിയുണ്ടല്ലോ, അത് ഞാൻ ചോദിക്കട്ടെ, ആ വാട്സപ്പിൽ കളിക്കുന്ന സമയമുണ്ട് ഒരധ്യായം വായിച്ചു തീർക്കരുത്. അവൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് വരുന്ന ഒരു അനുഭവം. ഫോൺ വിളികളൊക്കെ നിൽക്കട്ടെ, സ്കൈപ്പൊക്കെ നിൽക്കട്ടെ, ചില നേരം അല്പസമയം അത്യാവശ്യത്തിന്, ബാക്കി മുഴുവനും ആരോട് കൂടെ ഇരിക്കണം. മോശ 40 ദിവസം ഇരുന്നു, മുഖം പ്രകാശം. നമ്മളൊക്കെ പറയും മോശയുടെ മുഖം പ്രകാശമല്ലേ, നിന്റെ പ്രകാശിയുടെ വിവരം അറിയും. ഇരിക്കണം മര്യാദയ്ക്ക്, കൂടെ ഇരിക്കെ ദൈവം മുഖത്തെ പ്രകാശിപ്പിക്കാൻ മതിയായവനാണ്. സ്തോത്രം. ശരി, ഇനി അപ്പൊ വേർപെട്ട ഉപവാസമായിരിക്കണം ഈ വർഷത്തെ ഉപവാസം. പാർട്ടി നടത്തരുത്. രഹസ്യമായിട്ട് എന്നെ അറിയിക്കാതെ പാർട്ടി വെക്കുകയും ചെയ്യരുത്. ഈ പുള്ളി പറഞ്ഞാൽ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് ഞാൻ ചിപ്പ് വെച്ച് വിടുന്നു, സ്പൈ വിടും. അതുകൊണ്ട് പിള്ളേർ ബർത്ത്ഡേ നടക്കട്ടെ. എനിക്കറിയാം ഇന്ന് ബർത്ത്ഡേ വിളിച്ചവരെയും അടുത്ത ആഴ്ച ബർത്ത്ഡേ വിളിക്കുന്നവരെയും എല്ലാം നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ ഇതൊക്കെ വരും പാർട്ടി ഉണ്ടോ എന്ന് അറിയാൻ. പാർട്ടി വെക്കരുത്, പാർട്ടി വെക്കാൻ പാടില്ല. കാരണം പാർട്ടിയായ ആഘോഷമായി പോയി. ഇവിടെ പറയുന്നത് നിങ്ങളെ തന്നെ താഴ്ത്ത്, രട്ടിലും വെണ്ണീരിലും എടുക്കുക. കർത്താവേ, നീ ഞങ്ങളോട് മനസ്സറിഞ്ഞേ മതിയാകുള്ളൂ, ഒരു ഉണർവിനെ ആഴ്ച മതിയാകുള്ളൂ എന്ന് പറഞ്ഞ് സഭ കരയുമ്പോൾ അതാ രാവിലെ മുതൽ 10 എഴുതിട്ട് വൈകിട്ട് 4 നേരത്തെ ഒന്നിച്ചൊരു പിടി പാടില്ല. അത് ശരീരത്തിന് വഴുക. സ്തോത്രം. അമ്മേൻ അത്യാവശ്യം ഭക്ഷണം കഴിച്ചേ മതിയാവുന്നുള്ളെങ്കിൽ ഒരു അല്പ കഞ്ഞിയോ വല്ലതും കുടി. കഴിവുണ്ടേ കുടിക്കട്ടെ. കുടിക്കാത്തവർ കഴിഞ്ഞ പ്രാവശ്യം 40 വരുന്ന ഫുൾ ഇരുന്നൊരു കൈവക്കി കണ്ണടച്ച് ആരും കാണണ്ട, അവരുടെ പേര് ആരും കാണില്ല, അവർ മാത്രം കൈവക്കി ഒരു സ്തോത്രം ചെയ്തേ. അപ്പൊ അവരിപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അർത്ഥം എന്തുവാ? ഇരിക്കാൻ പറ്റും. ആമേൻ. നമുക്കിരിക്കണം. സ്തോത്രം. അപ്പൊ ടി വിക്ക് വിടാം, ലോകപരമായ ഫ്രണ്ട്ഷിപ്പുകൾക്ക് വിടാം, ചർച്ച കഴിഞ്ഞുള്ള പാർക്കിൽ പോകുന്നത് വിടാം, ചർച്ച കഴിഞ്ഞുള്ള മറ്റുള്ള എന്റർടൈൻമെന്റുകൾക്ക് വിട, സകലത്തിനും വിട പറഞ്ഞുകൊണ്ട് 40 ദിവസം. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇരിക്കുന്നേ? ആരും മിണ്ടുന്നുമില്ല. എല്ലാവർക്കും അങ്ങ് വിഷമമായി. ആദ്യം നല്ല ഫയറൊക്കെ ആയിരുന്നു, ഇപ്പൊ ഫയറെല്ലാം പോയി. സ്തോത്രം. അങ്ങനെ വേണം ഉപവസിക്കാൻ. ഓക്കെ, നമുക്ക് പ്രാർത്ഥന ഉപവാസമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എന്നാൽ പ്രാർത്ഥിക്കാതെ ഉപവസിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാമോ, 3 ദിവസം 4 ദിവസം ഉപവസിച്ച് കഴിയുമ്പോൾ ക്ഷീണം വരുന്നതിന് കാരണം എന്താ അറിയാമോ? അത് വെറും ഡയറ്റിംഗ് ആയിരുന്നു. നമുക്ക് സാന്നിധ്യം കിട്ടുന്നില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയാൽ അവന് ക്ഷീണം വരികയില്ല. ദൈവസാന്നിധ്യം ഒരു വ്യക്തി അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ലെവൽ വേറൊരു ലെവലിലേക്ക്. പിന്നെ അവന് ലോകത്തെക്കുറിച്ച് ചിന്തയില്ല. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. നമ്മുടെ ശരീരം ടോട്ടലി കണക്റ്റഡാണ്. എല്ലാവർക്കും അറിയാമല്ലോ. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്ന വ്യക്തിയോട് 8 മണിയാകുമ്പോഴേ ബ്രെയിൻ സ്റ്റൊമക്കിന് ഇൻഫർമേഷൻ കൊടുക്കും, ആഹാരം ഇപ്പം വരും, നീ ജ്യൂസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. അതാ വൈകിട്ട് ഒരു എരിച്ചിലുണ്ടാകുന്നത്. 4 ദിവസമേ എരിയുള്ളൂ. അടുത്തേക്കുന്നുള്ളൂ 4 ദിവസമേ എരിച്ചിലുണ്ടാകത്തുള്ളൂ. 5-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസം ബ്രെയിനിന് മനസ്സിലായി വെറുതെ ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഇഡലി സാമ്പാറും വരുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഗ്യാസ് ഒന്നും ഇല്ലാതെ ഉപവസിക്കാമെന്നേ. കണ്ടോ, മിണ്ടുന്നില്ല എല്ലാവർക്കും. അപ്പൊ 40 ദിവസത്തെ ഉപവാസത്തിന് മുമ്പ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കെ. വേദോസത്തിൽ പലതരത്തിലുള്ള ഉപവാസങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആമേൻ. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്കറിയാം ദാനിയേലിന്റെ ഉപവാസം. ദാനിയേലിന്റെ ഉപവാസം ഇവിടെ നോക്കി. വേദപുസ്തകത്തിൽ ഇത്ര ദിവസം എന്ന് പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും ഓരോ രീതിയിൽ ഉപവസിച്ചു. ഓരോരുത്തരും അവരവരുടേതായ സാഹചര്യങ്ങൾ അനുസരിച്ച് ഉപവസിച്ചു. ഓരോ വിധത്തിൽ ഉപവസിച്ചു. അപ്പോൾ ദാനിയേലിന്റെ ഉപവാസം, ദാനിയേലിന്റെ ഈ ഉപവാസത്തിൽ അവൻ വിശിഷ്ടമായ ആഹാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഉപവസിച്ചു. എന്നാൽ എസ്തേറിന്റെ ഉപവാസത്തിൽ 3 ദിവസം അവർ ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചു. മോശ 40 ദിവസം ഭക്ഷണം കഴിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിലിരുന്നു. ഏലിയാവ് 40 ദിവസം അവൻ അന്ന് കഴിച്ച ആഹാരത്തിന്റെ ശക്തിയോടുകൂടെ ഓടി. സ്തോത്രം. അപ്പൊ വിവിധ തരത്തിലുള്ള ഉപവാസം പറഞ്ഞിട്ടുണ്ട്. ദൈവം ഉപവാസം നിർബന്ധത്താൽ ചെയ്യാൻ പറയുന്നില്ല.
പക്ഷെ ഉപവാസം ആവശ്യമാണ്. ദൈവത്തോടു കൂടെ ഇരിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും ഒക്കെ എന്താവശ്യമാണ്? ഉപവാസം ആവശ്യമാണ്. ആമേൻ. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി ഇതുവരെയുള്ള കാര്യങ്ങൾ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം ഇട്ടേ, അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂനിൽ ചെല്ലും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ഇങ്ങോട്ട് നോക്കിയേ, ഒരു വലിയ കൂട്ടം യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വരിക. അവരുടെ രാജ്യത്ത് ഒരു പ്രതിസന്ധി അവർ നേരിടുക. താങ്ങാൻ കഴിയാത്ത ഒരു പ്രശ്നം, അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ അവർ എത്തിച്ചേർന്ന് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ അവരെന്താ ചെയ്തത്? ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ അവിടെ വന്ന് ഇൻഫർമേഷൻ കൊടുത്തു. 3-ാമത്തെ വാക്യം, യഹോവയെ അന്വേഷിപ്പാൻ യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഇവിടെ നോക്കിയേ, ഒരു വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിന് നേരിട്ടപ്പോൾ അവർ എന്ത് ചെയ്തു? ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ആ ഉപവാസം കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ വലിയ സമൂഹത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അവൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ എന്താ സംഭവിച്ചത്? ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇടവന്നു. അവർ വിചാരിക്കാത്ത വിധത്തിൽ അത്ഭുതം നടക്കുവാൻ ഇടവന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഉപവസിച്ച് കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ ഉറപ്പാണ്. വേദപുസ്തകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഉപവാസങ്ങളിലും, നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഉപവാസങ്ങളിലും സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ നടന്നു. എസ്തേറിന്റെ പുസ്തകത്തിൽ പറയുന്ന ഉപവാസം കേൾക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകത്തിൽ ഉപവാസത്തിൽ എന്താ സംഭവിച്ചത്? ദൈവം നിയമങ്ങളെ മാറ്റി എഴുതി, സാഹചര്യങ്ങളെ ദൈവം മാറ്റിമറിച്ചു. അതാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ സംഭവിച്ചത്. എത്ര പേർക്ക് മനസ്സിലായി? ഇവിടെ നോക്കിയാൽ ദാനിയേൽ ഉപവസിക്കുക. എത്ര പേർക്കറിയാം ദാനിയേലിന്റെ ഉപവാസം? ശ്രദ്ധയോടെ തമാശയൊക്കെ കഴിഞ്ഞു. ശ്രദ്ധയോടെ എത്ര പേർക്കറിയാം ദാനിയേലിന്റെ ഉപവാസം? ദാനിയേൽ ഉപവസിക്കാനുണ്ടായ കാരണം എന്താ? ദാനിയേൽ ഉപവസിക്കാനുണ്ടായ കാരണം അതിന്റെ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ദാനിയേൽ ഒരു വിവരം അറിഞ്ഞു. ദാനിയേൽ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ യെരമ്യാ പ്രവാചകൻ മുഖാന്തരം എഴുതിയ ഒരു വലിയ വാഗ്ദത്തം ദാനിയേൽ കണ്ടു. എന്തായിരുന്നു വാഗ്ദത്തം? 70 സംവത്സരം കഴിയുമ്പോൾ വീണ്ടും ഇവർ ഈ അടിമത്തത്തിൽ നിന്നും തന്റെ ജനം മോചിക്കപ്പെടും, അല്ലെങ്കിൽ ദൈവം അവരെ വിടുവിക്കും എന്നുള്ള വാഗ്ദത്തം അവർ കണ്ടു. ആരെ കണ്ടു? ദാനിയേൽ കണ്ടു. അപ്പൊ ദാനിയേൽ കണ്ടിട്ട് വീണ്ടും അങ്ങോട്ട് ഒരു കസേരയോട്ട് കയറി, ദൈവം നടത്തും സ്വത്രം, ദൈവം നടത്തും സ്വത്രം എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത്. പിന്നെ എന്താ ചെയ്തത്? ദാനിയേൽ അപ്പോൾ ഞാൻ ഉപവസിച്ചു. അപ്പോൾ ഒരു വാഗ്ദത്തം കണ്ടപ്പോൾ, ഒരു വാഗ്ദത്തം നിവർത്തി താമസിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? ദാനിയേൽ മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. ദാനിയേൽ അന്നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാനിയേൽ അന്നേരം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. ഇന്ന് പല ആത്മാവ് വിളിച്ചു പറഞ്ഞ് കേട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലത് കാണുമ്പോൾ, ചില കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നത് കാണുമ്പോൾ, അവൻ ദൈവസഭകൾ വളരാതിരിക്കുന്നത് കാണുമ്പോൾ, ദേശത്ത് കെടുതികൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപവസിക്കാൻ തീരുമാനമെടുക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. എന്താ? ദാനിയേൽ വായിച്ചപ്പോൾ ദാനിയേൽ മനസ്സിലായി, എടാ 70 സംവത്സരമായി ഞങ്ങൾ ഇവിടെ കിടക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തം ഞങ്ങളുടെ മേലുണ്ട്. ഈ 70 സംവത്സരം കഴിയുമ്പോൾ ഇവിടുന്ന് മാറ്റും, അല്ലെങ്കിൽ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും എന്ന വാഗ്ദത്തം ഞങ്ങളുടെ മേൽ കിടക്കുന്നു എന്ന ബോധ്യം ദാനിയേലിന് വന്നപ്പോൾ ദാനിയേൽ സ്വത്രം ദൈവഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല ചെയ്തത്. ദാനിയേൽ ഒരു ഉപവസിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. ഇന്ന് വാഗ്ദത്തം ലഭിച്ച ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ, വാഗ്ദത്തം നിവർത്തി താമസിക്കുമെന്ന് തോന്നുമെങ്കിൽ ദൈവത്തോട് വാഗ്ദത്തത്തിൽ ഓർപ്പിച്ച് അടുത്ത 40 ദിനരാത്രികൾ പ്രാർത്ഥിക്കുക. ലക്ഷങ്ങളെ ദൈവം വാക്കണമെങ്കിൽ, സ്വന്തം ആലയം ദൈവം വാക്കണമെങ്കിൽ, ദേശത്തിൽ ഉടനെ വാക്കണമെങ്കിൽ, ചുറ്റുപാടുകളുടെ മാറ്റം വാക്കണമെങ്കിൽ, ആത്മാവിൽ നിറഞ്ഞവർ, ഈ 40 ദിവസം കൈകളിൽ ചിലപ്പോൾ സമയം ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ നിർത്താം, ശ്രദ്ധിച്ചേ. ദാനിയേല് എന്താ സംഭവിച്ചത്? ദാനിയേൽ ഇത് കേട്ടപ്പോൾ, ദൈവിക വാഗ്ദത്തം കണ്ടപ്പോൾ, ദൈവിക വാഗ്ദത്തത്തെ ദാനിയേൽ മനസ്സിലാക്കിയപ്പോൾ ദാനിയേൽ പിന്നെ മിണ്ടാതിരുന്നില്ല. ദാനിയേൽ ഉപവസിക്കാൻ തീരുമാനിച്ചു. ദാനിയേൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാമോ, ദാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിൽ 21 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഇതൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. 21 ദിവസത്തിൽ ഉപവാസം പ്രഖ്യാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടനിൽക്കുന്ന നിമിഷത്തിൽ ആമേൻ 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 എന്ന് സംഭവിച്ചു. സ്വർഗം അവിടെ ആമേൻ ആക്ട് ചെയ്യാൻ തുടങ്ങി.
സ്വർഗത്തിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഒരുവൻ ഭൂമിയിൽ സീരിയസ് ആയിട്ടിരിക്കുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് നിവൃത്തിക്ക് വേണ്ടി ഒരുവൻ സീരിയസ് ആയിരിക്കുന്നത് കണ്ടു. അവൻ രാജകീയ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് ശാഖഭോജ്യങ്ങളെ കഴിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ വാഗ്ദത്തം നിവർത്തിക്കണം, ദൈവമേ നിന്റെ പ്രവൃത്തി നടക്കണം എന്ന് പറഞ്ഞ് ഒരുവൻ മുട്ടായിരിക്കുന്ന കണ്ട് ദൈവം അവിടെ തന്റെ കരം നീട്ടാനിടയായി. 10-ാം അധ്യായം വരുമ്പോൾ നമുക്കറിയാം, ദാനിയേൽ 21 തികയുന്ന സമയത്ത് അവൻ എന്നോട് ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേൽ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങൾ നീ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക, ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അടുത്ത വാക്ക് അവിടെ പറയുന്ന വാക്ക് സമയമുള്ള വാക്യം ഇവിടെ നോക്കിയേ, നീ എന്ന് എന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയോ അന്ന് സ്വർഗം നിനക്ക് വേണ്ടി കൈനീട്ടി കഴിഞ്ഞു. എന്ന് നീ എന്റെ സന്നിധിയിൽ വാഗ്ദത്തം കണ്ടുകൊണ്ട് മുട്ടുമടക്കിയോ അന്ന് സ്വർഗം നിനക്ക് വേണ്ടി ആക്ട് ചെയ്തു കഴിഞ്ഞു. ഒരു പക്ഷേ ദാനിയേൽ അറിഞ്ഞില്ല, ആത്മമണ്ഡലത്തിൽ എന്നാ സംഭവിക്കുന്നത്. എന്നാൽ ഒരുവൻ വാഗ്ദത്തം കിട്ടും. ഞങ്ങളുടെ പിതാക്കന്മാരെ വാഗ്ദത്തം 40-70 സംവത്സരം കഴിയുമ്പോൾ അവന്റെ അടിമത്വത്തിൽ നിന്നും ദൈവം വിളിക്കും എന്ന വലിയ വാഗ്ദത്തം കണ്ടപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ച് ദൈവസഭയെ വിട്ടുകിടക്കാൻ തീരുമാനമെടുത്തപ്പോൾ സ്വർഗം വിളിച്ചു പറയുക, അന്നേരം ദൂരം പറഞ്ഞു, ഒരുവൻ ഒരുവൻ പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു, ഒരുത്തൻ എഴുതാക്കാൻ തയ്യാറായി നിൽക്കുന്നു, വാഗ്ദത്തങ്ങളുടെ വിവൃത്തികളെ നടക്കുന്നു. 2016 ഈ 40 ദിവസത്തെ ഉപവാസത്തിൽ സ്വർഗം നമ്മളെ നോക്കി അങ്ങനെ ചെലവാക്കി. കൈകളെ സൂചിച്ചേ. അതെ, നിങ്ങൾക്കറിയാമോ മോശയ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ദാനിയേൽ ഉപവസിക്കാതെ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇവിടെ ചോദിക്കുന്ന വളരെ ചോദ്യമാണ്. ദൈവത്തിന് ചെയ്യേണ്ട ദൈവം ഒന്ന് ചെയ്താൽ പോലെ മനുഷ്യരെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? സോദോം ഗോമോറയെ നശിപ്പിക്കുന്നതിന് മുമ്പ് അന്നത്തെ നീതിമാനായ അബ്രഹാമിന്റെ പെർമിഷൻ അപ്പച്ചൻ എടുത്തു. ദൈവം ഭൂമിയിൽ ഡയറക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. വേദവശത്തിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ദൈവം മോശയോട് പറയുക, മോശെ ഇവരുടെ കണ്ണുനീരും നിലവിളിയൊക്കെ ഞാൻ കാണുക, പക്ഷെ നീ എന്നെ കൂടെ നിൽക്കാമോ? നീ എനിക്ക് പകരം ആക്ട് ചെയ്യാമോ? ഇവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വരാം. ദൈവം മോശയെ വിളിച്ചു. ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ചേ, വേഗത്തിൽ തീർത്താം. ഇവിടെ നോക്കിയേ, മോശ ജനവുമായി ചെങ്കടലിന്റെ മുമ്പിൽ പൊക്കോണ്ടിരിക്കുക. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറയുക, ജനം ആകെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയ്ക്ക് ആകെ വിഷമായി. മോശ ജനത്തോട് പറയും, നിങ്ങൾ മിണ്ടാതിരിക്കെ, ദൈവം ഇന്ന് അത്ഭുതം ചെയ്യും. എന്നിട്ട് മോശ ഓടിപ്പോയി ദൈവസന്നിധി കരഞ്ഞു എന്ന് വേദവസം പറയുന്നു. അപ്പൊ മോശയോട് ദൈവം പറയുക, മോശ നീ എന്തിനാ കരയുന്നത്? നീ നിന്റെ കൈയൊന്ന് നീട്ടിക്കേ, നീ നിന്റെ കൈയൊന്ന് നീട്ടിക്കേ. മോശയ ദൈവത്തിന് നേരിട്ട് കൈനീട്ടാൻ വരാറോ? ദൈവം ഭൂമിയുടെ അധികാരം മനുഷ്യനാ കൈമാറുന്നത്. നീ സകലത്തിനു മേൽ വാഴുവാൻ ദൈവം മനുഷ്യൻ അധികാരം കൊടുത്തു. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അയക്കുന്നത് സ്വർഗത്തിൽ അയക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ കെട്ടാമെന്നല്ല ദൈവം പറഞ്ഞത്, ഞാൻ അഴിക്കാമെന്നല്ല പറഞ്ഞത്. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? ഞാൻ കെട്ടാമെന്നല്ല പറഞ്ഞത്, ഞാൻ അഴിക്കാമെന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ ഭൂമിയിൽ എന്ത് കെട്ടുന്നോ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ എന്തഴിക്കുന്നോ അത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ഈ 40 ദിവസം സ്വർഗം ഒന്ന് ബിസിയാകട്ടെ. മനസ്സിലായില്ലേ? ഇവിടെ ചില കെട്ടും അഴിപ്പൊക്കെ നടക്കട്ടെ. ഇവിടെ ചില കെട്ടും അഴിപ്പൊക്കെ നടക്കട്ടെ. സമയൊന്ന് ചേർന്ന് ശ്രമിച്ചേ, സമയൊന്ന് ചേർന്ന് ശ്രമിച്ചേ. ദൈവം മോശയോട് പറഞ്ഞു, നീ ചെങ്കടലിന്റെ മുമ്പിൽ പോയി കൈനീട്ട്. ദൈവം മോശയോട് പറഞ്ഞു, ചെങ്കടലിന്റെ മുമ്പിൽ പോയി കൈനീട്ട്. എന്റെ ചോദ്യം, മോശെ ദൈവത്തിന് നേരെ ചെയ്യാൻ മേലോ? ദൈവം നേരെ ചെയ്യത്തില്ല. ദൈവത്തിന് മനുഷ്യനെ ആവശ്യമാണ്. ജോൺ വെസ്ലി ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ദൈവവും മനുഷ്യരെ കൂടാതെ കാര്യമായി ഒന്നും ചെയ്യത്തില്ല. അർത്ഥം, സഭ ഉപവസിക്കാൻ തയ്യാറായാൽ ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാ. പ്രാർത്ഥനയുടെ ശക്തി അവിടെയാണ് വെളിപ്പെടുന്നത്. മോശ കൈയ്യോട് നീട്ടിപ്പിടിക്കുക. അപ്പൊ മോശയുടെ കൈയുടെ ബലത്തിലല്ല ചെങ്കടൽ പിളർക്കപ്പെടുന്നത്. മോശയ്ക്ക് അധികാരമുണ്ട്, വെളിപ്പെടുക. മോശയ്ക്ക് അധികാരം ഈ 40 ദിവസത്തെ ഉപവാസികൾ നിന്റെ മുന്നിൽ ശക്തി തടഞ്ഞു വെച്ച വന്നത് ക്ഷീണമായി പോയോ? കേട്ടിട്ട് ദൈവം തുറന്നു കൊടുക്കുക. അർത്ഥം കേക്ക്, തിരിച്ചടയ്ക്കാൻ എന്താ സംഭവിച്ചത്?
ഇത് ചെല്ലൽ കിടന്നത് പുറത്തു പോയി കഴിഞ്ഞ് മോശ തിരിഞ്ഞു നോക്കിയപ്പോ ഇത് തുറന്നു കിടക്കുക. എന്നാ ദൈവം എന്നെ ഇത് അടയ്ക്കാഞ്ഞത്? ദൈവം മോശയോട് തിരിച്ചു വിടാറി. മോശ തിരിച്ചു കൈ നീട്ടിയപ്പോൾ ചെല്ലൽ വീണ്ടും ഒന്നായി മാറി. അത്തം ഭൂമിയിൽ നീ കൈനീട്ടാൻ തയ്യാറായാൽ, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ തയ്യാറാ. ഇപ്പോൾ ചിലർക്ക് സംശയമുണ്ട്, ഞാൻ പറയാം. ഏലിയാവ് കർമ്മേലിൽ ഇറങ്ങിയത് കൊണ്ടല്ലേ അവിടെ ഒരു ദൈവമുണ്ടെന്ന് ലോകം വിളിച്ചു പറഞ്ഞത്? ദൈവത്തിന് നേരെ തീയിറങ്ങാൻ മേലായിരുന്നോ? പക്ഷെ ദൈവത്തിനൊരു ഏലിയാവിനെ വേണമായിരുന്നു, ദൈവത്തിനൊരു മോശയെ വേണമായിരുന്നു, ദൈവത്തിനൊരു എസ്തേറിനെ വേണമായിരുന്നു, ദൈവത്തിനൊരു ഹന്നായെ വേണമായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്നെ ആവശ്യത, ഈ സമയത്ത് ആവശ്യത, ഉപവാസത്തോടെ പ്രവർത്തിക്കുന്നത് അത്ഭുതങ്ങളുടെ മഴ. എന്താ അപ്പൊ ദൈവം നമ്മളിലൂടെ ചെയ്യാൻ പോകുന്നത്? സഭ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് ഉപവസിക്കുക. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ മറന്നു പോകില്ലേ? ദാനിയേലേ ഉപവസിച്ചിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുക. എന്താണെന്നറിയാമോ? ദൂതനോട് പറയടാ താഴോട്ട് നോക്കിയേ. ഒരുവൻ അവിടെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുന്നല്ല, അവൻ പായലിരിക്കുക. ഞാൻ പറഞ്ഞ വാഗ്ദത്തത്തിൽ അവർ സീരിയസാ. അവരാ വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. നമ്മളെ നോക്കിയിട്ട് 2014 ഉപവാസം കാണുമ്പോൾ സ്വർഗം പറയട്ടെ, സുവാർത്ത സീരിയസ് ആയി വർഷം, സുവാർത്ത ഈ വർഷം സീരിയസ് ആയിട്ടായിരിക്കുന്നത്. അവർ പ്രാപിച്ചേ മാറുകയുള്ളൂ, അവർ ലഭിച്ചേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞ് പാദത്തിൽ ഇരിക്കുന്നത് സ്വർഗത്തിലെ അപ്പച്ചനെന്ന് കണ്ട് തന്റെ ദൂതനെ ഈ ദേശത്തെ കായ്ക്കട്ടെ, ഈ ദേശത്തെ കായ്ക്കട്ടെ, മാറ്റങ്ങൾ ചലനങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഭാഗമാ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുന്നു. യാക്കോബിനെ കൊന്നു കളഞ്ഞു. പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ സഭ പറയുക, ദൈവഹിതം നടക്കട്ടെ, സ്വത്രം സ്വത്രം, ദൈവഹിതം നടക്കട്ടെ, സ്വത്രം സ്വത്രം എന്നല്ല പറഞ്ഞത്. സഭ അങ്ങോട്ട് ഇരിക്കാൻ തീരുമാനിച്ചു, സഭയൊന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എന്റെ ചോദ്യം അവിടെ ഇതാ, ഇതിനു മുമ്പ് ദൈവത്തിന് ദൂതനെ ഇറക്കാൻ മേലായിരുന്നോ? ഇതിനു മുമ്പ് ഇറക്കാൻ മേലായിരുന്നോ? മിണ്ടുന്നില്ലാരും. യാക്കോബ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ കാരണമെന്ന് സഭയുടെ ശ്രദ്ധയുടെ പ്രാർത്ഥനയാ. ഈ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലുകൾ തുറക്കപ്പെടും, സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, ദേശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും, ദേശത്ത് ഉണർവ് വ്യാപരിക്കും, ചുറ്റുപാടുകൾ പിടിക്കപ്പെടും, ദേശം കർത്താവിനായി മാറ്റപ്പെടും. എത്ര വിശ്വസിക്കാൻ തയ്യാറാ? വിശ്വസിക്കാൻ തയ്യാറാ? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദാനിയേൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ അന്ന് ദൈവം ദൂതനെ അയച്ചു. തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അന്മണ്ഡലത്തിൽ പോരാട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥിക്കാൻ സഭ ഉണരുവാൻ തയ്യാറായാൽ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ സഭ നിറയുവാൻ തയ്യാറായാൽ, അവൻ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ആമേൽ ഓടുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായാൽ, വേർപെട്ട് നിൽക്കുന്ന അനുഭവം ഉണ്ടായാൽ ദൈവം ഈ 2014 ഉപവാസത്തിൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ യൂത്ത് മീറ്റിംഗ് ഞാൻ പറഞ്ഞില്ല, വെയിൽസിലെ ഉണർവിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മഹാനായ പ്രാർത്ഥനക്കാരനായിരുന്നു. ഇദ്ദേഹം ദേശത്ത് നടക്കുന്ന മ്ലേച്ഛത കണ്ടപ്പോൾ, ദേശം ദൈവത്തെ അറിയാതെ പോകുന്ന കണ്ടപ്പോൾ, ദേശം ദൈവത്തിൽ നിന്നും അകന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അവൻ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പെട്ട് നടക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വേദനയുണ്ടായി. ആ വേദന ആര് കൊടുക്കുന്ന അറിയാമോ? ദൈവം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, ഹന്ന ദേശത്ത് ദൈവശബ്ദമില്ലാതിരിക്കുമ്പോൾ, പുരോഹിതന്റെ മക്കളും ദൈവശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ ഹന്ന കരയാൻ തയ്യാറായി. ഒരു രാത്രി മുഴുവൻ ശൗമൽ രാത്രി മുഴുവൻ കരയുക. ശൗമലോട് ചോദിച്ചു, അപ്പച്ച എന്തിനാ കരയുന്നത്? ഉടനെ പറയും, എന്റെ കർത്താവിന്റെ ദുഃഖം കണ്ടപ്പോൾ എനിക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ഇയാൻ റോബർട്സിനോട് ചോദിക്കുക, ഈ കരച്ചിലും പ്രാർത്ഥനയ്ക്ക് കാരണമെന്ന്. അദ്ദേഹത്തിന് മറുപടി ഇതാ, ദേശം അന്ധകാരം കൊണ്ട് മൂടി നിൽക്കുമ്പോൾ, പാപത്തിന്റെ മ്ലേച്ഛതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, സാത്താൻ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ജനം മ്ലേച്ഛതയിലേക്ക് പോകുമ്പോൾ, ജനം നിത്യ നരകത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല എന്ന ചോദ്യം ഇതാ. ഇത് കണ്ടിട്ട് കർത്താവ് എന്നെ അനങ്ങാതിരുന്നത് എന്തുകൊണ്ട്? കർത്താവ് പ്രവർത്തിച്ചില്ല. പക്ഷെ കർത്താവ് ഒരുത്തന്റെ ഉള്ളിൽ പ്രേരണ കൊടുത്തു. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രേരണ വന്നിരിക്കുക. 40 ദിവസത്തെ ഉപവാസം കൊണ്ട് നമുക്കൊരു മാറ്റം കാണണം. ഈ ദേവദാസന്റെ ഒരു ദിവസമല്ല പ്രാർത്ഥിച്ചത്, ഒരു മാസമല്ല പ്രാർത്ഥിച്ചത്, ഒരു വർഷമല്ല പ്രാർത്ഥിച്ചത്,
5 വർഷമല്ല പ്രാർത്ഥിച്ചത്, 8 വർഷം രാപകലില്ലാതെ കണിത്തൊഴിലാളിയായി നിന്ന മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ദൈവം ഒരു ഉണർവിനെ വെയിൽസിലേക്ക് അയച്ചു. നിങ്ങൾക്കറിയാമോ, വെയിൽസിലെ ഉണർവ് ചരിത്രമായി മാറി, അസോസിയേഷനിലെ ഉണർവ് ചരിത്രമായി മാറി, കാലിഫോർണിയയിലെ ഉണർവ് ചരിത്രമായി മാറി. 2014 നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും ഒരു ചരിത്രമായി മാറട്ടെ, ഒരു ചരിത്രമായി മാറട്ടെ, ഒരു ചരിത്രമായി മാറട്ടെ. വിശ്വസിക്കുന്നവർക്കും വ്യത്യാസമുള്ളവർക്കും കൈകളുടെ അല്പസമയങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. അതൊരു ഉണർവായി മാറട്ടെ, ഒരു ഉണർവായി മാറട്ടെ. കർമ്മേലിൽ ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ആ ദേശത്തെ അന്ധകാര ശക്തികൾ തകർന്നെങ്കിൽ വെയിൽസിൽ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, 8 വർഷം നീണ്ടു മുട്ടാനുള്ള പ്രാർത്ഥന ആ ദേശത്തിന്റെ സ്ഥിതിയെ മുഖച്ചായ ആകമാനം മാറ്റിമറിച്ചെങ്കിൽ എത്ര വിശ്വസിക്കുന്നു ഈ 2016 അങ്ങനെ ചിലത് സംഭവിക്കട്ടെ. വെയിൽസിലെ ഉണർവ് കണ്ട് പത്രക്കാർ ഓടിയെത്തി. പത്രക്കാർ വന്ന് ഈ മഹാനായ മനുഷ്യനോട് ചോദിച്ചു, ഇതിന്റെ പിന്നിൽ എന്ത് ടെക്നിക്കായിരുന്നു? നിങ്ങൾ ചർച്ചകളത്തിനെ കുറിച്ച് എന്താ പഠിച്ചത്, എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചോണ്ട് പോയി തന്റെ വീടിനകത്തെ അറകളിൽ ഒരു മുറി കാണിച്ചു. ഒരു പാ ഇപ്പോഴും കിടക്കുന്നു വന്ന ഇന്നല്ല അന്നത്തെ കാലത്ത് ആ പാ കാണിച്ചിട്ട് പറയാ, ഈ പായിൽ മുട്ടുമടങ്ങി ആ പാ കീറിപ്പോയെന്നാണ് ചരിത്രം പറയുന്നത്. 8 വർഷം ദൈവസേനയിൽ ഒരുവൻ ഇരിക്കാൻ തയ്യാറായപ്പോൾ ലോകത്തെ പിടിച്ചു വലിക്കുക ഒരു ഉണർവ് ദേശത്ത് വ്യാപരിക്കാൻ തയ്യാറായി. എത്ര പേർ പറയും 40 ദിവസം നമുക്കിരിക്കാം. സ്കോട്ട്ലൻഡിന്റെ ഉണർവിന്റെ പിന്നിൽ പ്രതി ജോൺ അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥന ഇതാണ്, കർത്താവേ ഒന്നീ സ്കോട്ട്ലൻഡിൽ എനിക്ക് തരൂ, അല്ലെങ്കിൽ എന്റെ ജീവൻ എടുക്കൂ. ഇദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് പറയുക, എനിക്ക് യൂറോപ്പിലെ സൈന്യങ്ങൾ മുഴുവൻ എന്റെ നേരെ വന്നാലും എനിക്ക് ഭയമില്ല. എന്നാൽ ജോൺ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഭയമാണ്. ജോൺ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ജോൺ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വിടുതൽ തന്നെ ചെയ്യും. ജോൺ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അസാധാരണ സംഭവങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അസോസിയേഷനിലെ പ്രാർത്ഥനയിലൂടെ പ്രസംഗത്തിലൂടെ ഒന്നും ഉണർവുണ്ടായിട്ടില്ല. ഉണർവ് നടന്നത് മുഴുവൻ പ്രാർത്ഥനയിലൂടെ. എത്ര പേർ കണ്ണിൽ കേൾക്കാൻ തയ്യാറാ? എത്ര പേർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാ? എത്ര പേർ പൊട്ടു നടക്കാൻ തയ്യാറാ? എത്ര പേർ ആഹാരം മാറ്റി വെക്കാൻ തയ്യാറാ? ദൈവമേ, നിന്റെ ഹിതം പോലെ നടക്കട്ടെ. നിന്റെ വരവാസങ്ങളായല്ലോ, നിന്റെ മനസ്സാദ്യം നിന്റെ ഇഷ്ടമാണല്ലോ. ദേശത്തിന്റെ വിടുതൽ നീ ആഗ്രഹിക്കുന്നല്ലോ. വാഗ്ദത്തങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് തന്നത് അത് നിറവേറിക്കപ്പെടട്ടെ. ഉറക്കെ പറ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചരിത്രമാണ്. ഉറക്കെ പറ, നമ്മുടെ പ്രാർത്ഥനകൾ ചരിത്രമാകാൻ പോവാ. അയ്യോ, പണിയില്ലാതിട്ട് ഉപവസിക്കുകയല്ല, അത് പണിയില്ലാതിട്ടല്ല ഉപവസിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം ബലപ്പെടും. 2 ദിനവൃത്താന്തം 7:14 വായിച്ച് അവസാനിപ്പിക്കാം. വേഗത്തിൽ 2 ദിനവൃത്താന്തം 7:14. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി. എന്റെ ജനം, ദൈവത്തിന്റെ ജനത്തോണ്ട് എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങൾ ദേശത്തിന് സൗഖ്യം വരട്ടെ. ഈ ദേശം, ഈ ഏഷ്യയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ. നമ്മളിവിടുന്ന് ചില ഈ പൊട്ടം എന്ന് പറയുന്നുണ്ടോ, ഇവനെ കൊണ്ട് എന്നാ ചെയ്യിക്കാനാ? എടാ, ഒരൊറ്റ ഒരു തന്നെ പ്രാർത്ഥനയാ. 8 വർഷം അവൻ കാത്തിരുന്നപ്പോൾ വെയിൽസ് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു കൂട്ടം ഒരുമിച്ചാൽ നിങ്ങൾ ഒരാൾ 1000 10,000 അവൻ പിടിക്കാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക്, സഭയുടെ അടുത്ത തലത്തിലേക്ക്, സഭയുടെ അടുത്തൊരു ലെവലിലേക്ക് 2016 വഴി കയറാൻ പോകാം. പ്രാർത്ഥനയാൽ നീ കയറായാൽ നീ നിന്നെ തന്നെ താക്കി ദുർമാർഗ്ഗങ്ങളെ വിട്ട് ദൈവസഭയിൽ ഞാൻ ഇന്നൊരു പറയാം, ഉപവസിക്കാതെ പ്രാർത്ഥിക്കാതെ അവിടെ ഇവിടെ നടന്നിട്ട് ഉണർവ് വന്നു കഴിഞ്ഞ് ദുഃഖിക്കരുത്. യേശു വന്നു കഴിയുമ്പോൾ നീ ദുഃഖിക്കരുത്. യേശുവിനെ നോക്കി നീ വേദനിക്കാൻ ഇടവരുത്. അതെ, ഇന്ന് രാത്രി ഈ പകൽക്കാലം ഒരു തീരുമാനമെടുക്കുക. അതെ, എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായം. ആമേൻ. സ്വതന്ത്രം 22. അതിനകത്തൊരു വാക്യമുണ്ട്, 28, 22, 23 വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ അല്ല, 30-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു. എന്തിന്? ആരെയും നശിച്ചു പോകാതിരിപ്പാൻ, അതിനു ചുറ്റും മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുവാൻ, ദൈവസന്നിധി സംസാരിക്കുവാൻ, മോശയെ പോലെ, ഏലിയാവിനെ പോലെ, ചാൾസ് ഫിന്നിയെ പോലെ, ഓറൽ റോബർട്സിനെ പോലെ, സ്മിത്ത് വിഗിൽസ്വർത്തിനെ പോലെ ഒരുവരെ ദൈവം ഇന്നും അന്വേഷിക്കുന്നു. നീ തയ്യാറായി വിട്ടുകൊടുക്കുവാൻ, നിന്നെ തന്നെ താഴ്ത്തി ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് ഈ നൂറ്റാണ്ട് കണ്ടിട്ടില്ലാത്ത ചരിത്രപരമായ ഒരു മാറ്റത്തിലേക്ക് ദൈവസഭയെ നയിക്കുവാൻ
ഇന്ന് പകൽ തീരുമാനമെടുക്കാൻ തയ്യാറാ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ പിതാവേ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര തയ്യാറാ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഉപവസിക്കാൻ തയ്യാറാണ്? എത്ര പേർ? ഞാൻ പറയട്ടെ, ഈ ഉപവാസത്തെ നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ വൃഥാവാക്കി കളയരുത്. നിങ്ങളെ ദൈവം സൗഖ്യമാക്കും. രോഗം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, ഗുളികകൾ എത്ര വലിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഉപവാസം മുടക്കരുത്. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എനിക്ക് വേണ്ടിയോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ എന്റെ ഭർത്താവിന് വേണ്ടിയോ കുഞ്ഞിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. ദേശത്തൊരു മാറ്റമുണ്ടാകാൻ, സഭയ്ക്കൊരു ഉണർവുണ്ടാകുവാൻ, ചുറ്റുപാടുകൾ മാറ്റപ്പെടുവാൻ, അത്ഭുതങ്ങൾ കാണുവാൻ ഒരു ഉണർവിന് വേണ്ടി ഞാൻ നിന്റെ സഭയിൽ താഴാൻ തീരുമാനിക്കുക. ദാനിയേൽ എന്ന് താഴുവാൻ തീരുമാനിച്ചു. അന്ന് സ്വർഗം വിളിച്ചു പറയുക, അവിടുന്ന് ദൂതനെ അയച്ചു. ഇന്ന് പകൽക്കാലം ദൈവസഭ താഴുവാൻ തീരുമാനിച്ചാൽ, ആമേൻ, ആമേൻ, എന്തെങ്കിലും പറയും, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. സൗബലിനെ പോലെ കരയുവാൻ, ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ, പൗലോസിനെ പോലെ പ്രാർത്ഥനയിൽ ഉറ്റരിക്കുവാൻ, എപ്പഫ്രാസിനെ പോലെ പ്രാർത്ഥനയിൽ പോരാടുവാൻ എത്ര തയ്യാറാ? ഈ പ്രസംഗം കേട്ടിട്ട് മാർക്കിട്ടിട്ട് പോകാനല്ല നമ്മൾ വന്നത്. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേരുണ്ട്? ഒരു ഉണർവിന്റെ പിന്നിൽ എനിക്കൊരു കണ്ണിയായി മാറണം. ഒരു ഉണർവിന്റെ പിന്നിൽ എനിക്കൊരു ഭാഗമായി തീരണം. ഒരു ഉണർവിന്റെ പിന്നിൽ എനിക്ക് ഒരു ഭാഗം ഉണ്ടാകണം. എല്ലാ കണ്ണുകൾ പറയട്ടെ, വേഗത്തിൽ വേഗത്തിൽ കണ്ണുകൾ പറയട്ടെ, വേഗത്തിൽ കണ്ണുകൾ പറയട്ടെ. എന്റെ ജനം, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുവാൻ, തങ്ങളെ തന്നെ താഴ്ത്തുവാൻ, തങ്ങളെ തന്നെ താഴ്ത്തുവാൻ, തങ്ങളെ തന്നെ താഴ്ത്തുവാൻ, തങ്ങളെ തന്നെ താഴ്ത്തി മാറുന്നത്. അത് ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്ന് മാറുന്നത്, ലോക ചിന്തകളിൽ നിന്ന് മാറുന്നത്, ലോകമോഹങ്ങളിൽ നിന്ന് മാറുന്നത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഉണർവിനെ അയക്കുവാൻ കർത്താവ് തയ്യാറാ. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചേ. ഒരു പ്രാർത്ഥനയുടെ ആത്മാവിന് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ലഹരിയായി മാറണം. പ്രാർത്ഥന ലഹരിയായി മാറണം. ഉപവാസം ലഹരിയായി മാറണം. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ലഹരിയായി മാറും. പൗലോസ് പറയും, ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥിക്കുക. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാവുന്നില്ല, എപ്പോഴും പ്രാർത്ഥിക്കുക.